ദേവൻ നെല്ലിയായിലെത്തുമ്പോൾ അവിടെ അപ്പവും ഹരിയും സത്യനും ഉണ്ടായിരുന്നു. അവൻ ബൈക്ക് നിർത്തി ചാടിയിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു. സത്യ, എന്താടാ? അപ്പു, എൻ്റെ ഗൗരി എവിടെടാ? ദേവൻ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. സോറി ദേവ, ഞങ്ങൾക്ക് അവളെ കണ്ടെത്താനായില്ല. ഒരുപാട് അന്വേഷിച്ചു, കഴിഞ്ഞില്ല. അപ്പു തലതാഴ്ത്തി. അപ്പോഴും ഹരി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. അല്പം മുമ്പ് സഞ്ജു തനിക്കെതിരെ വാദിച്ചത് ഈ ഏട്ടന് വേണ്ടിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ഈശ്വര, ഞാനിനി എന്തു ചെയ്യും? എനിക്ക് വേണ്ടി ഒരുപാട് കാത്തിരുന്നവളാ. ഞാൻ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചു. അതിൻ്റെ ശിക്ഷയാണോ ഈശ്വര ഇത്? അവൻ നെഞ്ചു പൊട്ടി വിതുമ്പി. വല്യേട്ടാ. സഞ്ജു ദേവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. മോളെ, എൻ്റെ ഗൗരി. കണ്ണു നിറഞ്ഞുപോയി അവൻ്റെ അവസ്ഥ കണ്ട എല്ലാവരുടെയും. വല്യേട്ടൻ കരയാതെ, ഗൗരിയെടുത്തി വരും. എൻ്റെ ഏട്ടനെ തനിച്ചാക്കി പോകാൻ എൻ്റെ ഏട്ടത്തിക്ക് പറ്റില്ല. അവൾ അവൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറയവേ അവൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവളെ നെഞ്ചോട് ചേർത്തു. മോനെ. ദേവൻ വന്നതറിഞ്ഞു ഗീത പുറത്തേക്ക് വന്നു. അമ്മ. വിതുമ്പിക്കൊണ്ട് ഗീതയെ നോക്കിയവൻ. മോനെ, അമ്മയോട് ക്ഷമിക്കടാ. കഴിഞ്ഞില്ല എൻ്റെ മോളെ സംരക്ഷിക്കാൻ. തലക്കടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നവരെ അവൻ ഓടിച്ചെന്ന് നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. ഇതേ സമയം ദേവനെ പേടിച്ച അജിത്തിൻ്റെ വാക്കും കേട്ടൊരു വശത്തെ ഒതുങ്ങിയിരുന്ന മാഹി പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ദേവൻ ഗൗരിയെയും കൊണ്ട് സ്റ്റെപ്പിറങ്ങി വരുന്നത് കണ്ടത്. അത് കണ്ടതും അവൻ ഒരു വശത്തേക്ക് പതുങ്ങിയിരുന്നു. ദേവൻ പുറത്തേക്ക് നടന്നതും അവൻ്റെ കണ്ണ് വെട്ടിച്ച് മഹി മുകളിലേക്ക് ഓടി. അവിടെ നിലത്ത് ബോധമില്ലാതെ കിടക്കുന്നവനെ മഹി തട്ടി വിളിച്ചു. എങ്കിലും അവൻ എഴുന്നേറ്റില്ല. ഒടുവിൽ ടേബിളിൽ ഇരുന്ന വെള്ളമെടുത്ത് അവൻ്റെ മുഖത്ത് തളിച്ചു. അടുത്ത നിമിഷം അവൻ കണ്ണു ചുമ്മി തുറന്നു. സർ. മഹി വിളിക്കവേ അവൻ മഹിയുടെ മുഖത്തേക്ക് നോക്കി. മഹി. അവൻ പോയി. ഗൗരിയെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ. മഹി, താൻ ആരെയെങ്കിലും വിളിച്ചു വരാൻ പറയടോ, അല്ലെങ്കിൽ ആ കുട്ടിയെ അവൻ കൊല്ലും. മുറിഞ്ഞ വാക്കുകളായി പുറത്തേക്ക് വന്നിരുന്നു അജിത്തിൻ്റെ ശബ്ദം. ആ. അവൻ തലയാട്ടിക്കൊണ്ട് അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നമ്പർ നോക്കി. പെട്ടെന്ന് ശ്രാവൺ എന്ന പേര് കണ്ടതും അവൻ അജിത്തിനെ നോക്കി. സർ, ശ്രാവൺ. അയാളെ വിളിക്കണ്ടടോ, നാളെ അയാളുടെ മാരേജാണ്. അജിത്ത് പെട്ടെന്ന് പറഞ്ഞു. സർ, ഇത് ശ്രാവൺ രഘുനാഥാണോ? അവൻ വീണ്ടും ചോദിച്ചു. അതെ, തനിക്കറിയോ? അജിത്ത് തലയും തടവി എഴുന്നേറ്റിരുന്നോട് ചോദിച്ചു. അറിയാം, നാളെ അവൻ്റെ ഭാര്യ ആകേണ്ടവളാണ് ഗൗരി. മഹി പറഞ്ഞതും ഞെട്ടലോടെ അജിത്ത് ചാടി എഴുന്നേറ്റു. എന്ത്? സത്യമാണ് സർ, എല്ലാം ഞാൻ പറയാം. അത്രയും പറഞ്ഞു മഹി ആ നമ്പറിലേക്ക് കോളാക്കി. ദേവൻ തളർച്ചയോടെ ഉമ്മറത്തെ തിണ്ണയിൽ തലയും താങ്ങിയിരുന്നു. അടുത്തായി സഞ്ജുവും. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തതും അവൻ അമർഷത്തോടെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് ചേർത്തു. ഹലോ, നിങ്ങളാരാ? അവൻ്റെ ചോദ്യം കേൾക്കെ എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് നീണ്ടു. എവിടേക്ക്? ഞാൻ വരാം, ഇപ്പോൾ തന്നെ. എനിക്ക് ലൊക്കേഷൻ വേണം. അവൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ട ശേഷം ചാടി എഴുന്നേറ്റു. അപ്പു, സത്യ, വാ. അവൻ തൻ്റെ ബൈക്കിൽ കയറിയതും ഒന്നും ചോദിക്കാതെ സത്യ അവൻ്റെ പിന്നിൽ കയറി. അപ്പു അവൻ്റെ ബൈക്കിൽ കയറിയതും ഹരിയും അവൻ്റെ ഒപ്പം കയറി. ഞാനും വരാം. അത്രയും പറഞ്ഞ് ഹരി അപ്പുവിനെ നോക്കിയതും ഇരുവാഹനങ്ങളും മുന്നോട്ട് കുതിച്ചു. ഈ സമയം ദേവൻ അറിയാതെ അവൻ്റെ വണ്ടിയെ ഫോളോ ചെയ്ത് മഹിയുടെ വാഹനം ഒരു നിശ്ചിത അകലത്തിൽ നീങ്ങിക്കൊണ്ടിരുന്നു. അവൻ്റെ ഒപ്പം അജിത്തും ഉണ്ടായിരുന്നു. മഹി അയച്ചു കൊടുത്ത ലൊക്കേഷൻ നോക്കി സത്യ പറഞ്ഞു കൊടുത്തപ്പോൾ ദേവൻ മുന്നോട്ട് പാഞ്ഞു. അവൻ്റെ വണ്ടിയെ ഫോളോ ചെയ്തുകൊണ്ട് അപ്പുവിൻ്റെ വാഹനവും നീങ്ങി. ഒടുവിൽ ദേവൻ്റെ വാഹനം ഗൗരിയുടെയും കൊണ്ട് മലഞ്ചെരുവിലേക്ക് അടിവാരത്തിൽ എത്തി നിന്നു. ആൾ താമസമില്ലാത്ത വിജനമായ ആ പ്രദേശം കുറ്റിച്ചെടികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഒരു വലിയ ചെടിയുടെ ഭാഗത്ത് വണ്ടി വന്നു നിന്നു. ആ കുറ്റിച്ചെടികൾക്കിടയിൽപ്പെട്ട് തിരിച്ചറിയാനാവാത്തൊരു ഗുഹ പോലുള്ള കുഞ്ഞൊരു വീടുണ്ടായിരുന്നു. അവൻ്റെ വണ്ടി നിന്നതും പിന്നാലെ വന്ന മഹിയുടെ വാഹനവും കുറച്ചേറെ അകലത്തിൽ നിർത്തി. ഇരുവരും അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പതുങ്ങിയിരുന്ന് അവൻ്റെ ചെയ്തികൾ വീക്ഷിച്ചു. അധികം റേഞ്ചില്ലാത്ത ഏരിയ ആയിരുന്നു അവിടെയെങ്കിലും ഇടയ്ക്ക് വരും പോകുമെന്ന അവസ്ഥയായിരുന്നു. എങ്കിലും അതിനിടയിൽ ദേവൻ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു മഹി. ദേവൻ വണ്ടിയിൽ നിന്നിറങ്ങിയ ഗൗരിയെ തൂക്കിയെടുത്ത് തോളിലിട്ടുകൊണ്ട് ആ ഗുഹയുടെ വാതിൽ തള്ളി തുറന്നകത്തേക്ക് കയറി. ഏകദേശം അരമണിക്കൂർ വേണ്ടി വന്നു ദേവന് മഹി അയച്ചു കൊടുത്ത ലൊക്കേഷനിലെത്താൻ. അവൻ അവിടുത്തെ മഹിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മഹി, എൻ്റെ ഗൗരി? ദേവൻ ആവലാതിയോട് ചോദിച്ചു. ദേ, ആ കാണുന്ന വീട്ടിലുണ്ട്, കൂടെ ദേവനുമുണ്ട്. മഹി പറയവേ എല്ലാവരും സംശയത്തോടെ പരസ്പരം നോക്കി. ആര്? ദേവൻ സംശയത്തോട് ചോദിച്ചു. അഗ്നിഹോത്രിയിലെ കാശിദേവ് മേനോൻ. മഹി പറയവേ ദേവൻ നെറ്റിച്ചുളിച്ച് അവനെ നോക്കി. അതേ ദേവ, എല്ലാം ചെയ്തത് അവനാണ്.
രശ്മിയെ കൊന്നതും അത് നിന്റെ തലയിൽ ചാർത്തിയതുമെല്ലാം. മഹി പറയവേ എല്ലാവരും ഞെട്ടലോടെ ദേവനെയും മഹിയെയും മാറി മാറി നോക്കി. എന്തിനു വേണ്ടിയ മഹി അവൻ? സത്യൻ ഞെട്ടലോടെ ചോദിച്ചു. ഗൗരിക്ക് വേണ്ടി മാത്രം. മഹി പറയവേ ദേവന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. ബാക്കിയൊക്കെ പിന്നെ പറയാം, ഇല്ലെങ്കിൽ അവൻ ഗൗരിയെ കൊല്ലും. അജിത്ത് പറഞ്ഞതും ദേവൻ ആ വീട്ടിലേക്ക് നടന്നു. ദേവ, സൂക്ഷിച്ച്, അവൻ അപകടകാരിയാണ്. മുന്നോട്ട് നടക്കുന്ന ദേവനെ നോക്കി അജിത്ത് വിളിച്ചു പറഞ്ഞു. ദേവന്റെ പിന്നാലെ സത്യനും അപ്പുവും ഹരിയും, ഏറ്റവും പിന്നാലെ അജിത്തും മഹിയും ചെന്നു. ദേവൻ ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്നകത്തേക്ക് കയറി. അവിടമാകെ ഇരുട്ട് പരന്നിരുന്നു. അവനൊരു വിധത്തിൽ തപ്പിത്തടഞ്ഞ് അകത്തേക്ക് നടന്നു. ഒടുവിൽ അവർ ഒരു വലിയ ഹാളിലെത്തി നിന്നു. അവിടെ നേരിയ വെളിച്ചമുണ്ടായിരുന്നു. അവർ ചുറ്റും പരതി. അവിടെയെങ്ങും ആരെയും കാണാനില്ല. അല്പം മുന്നോട്ട് നടന്ന് ദേവന്റെ കാലിൽ എന്തോ ഒന്ന് തട്ടി. അവൻ മുട്ടുകുത്തിയിരുന്ന് നിലത്തേക്ക് നോക്കവേ അവിടെ ചെറിയൊരു കമ്പി കണ്ടു. അത് മുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അതിൽ പിടിച്ചു വലിച്ചതും അത് മുകളിലേക്ക് തുറന്നു. പെട്ടെന്ന് അവിടെ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് കണ്ടു. അവർ പരസ്പരം നോക്കി ഓരോരുത്തരായി ശ്രദ്ധയോടെ താഴേക്കിറങ്ങി. ദേവനായിരുന്നു മുന്നേ ഇറങ്ങിയത്. അവിടെയെല്ലാം വെളിച്ചം പരന്നിരുന്നു. അവൻ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പതിയെ ഇറങ്ങി. അവിടെ ഒരു വശത്തായി വലിയൊരു തടി കൊണ്ടുണ്ടാക്കിയ കട്ടിലിന് മുകളിൽ അരയ്ക്ക് മുകളിലേക്ക് അർദ്ധനഗ്നമാക്കി കിടത്തിയിരിക്കുന്ന ഗൗരിയിലേക്ക് അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു. ദേവൻ ഞെട്ടലോടെ ഗൗരിയെ നോക്കി. തലയിരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു അവൾ. അവൻ പെട്ടെന്നിട്ടിരുന്ന ഷർട്ട് ഊരി ചുറ്റും പരതിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി. പിന്നാലെ വന്നവരും കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതുന്നുണ്ടായിരുന്നു. ദേവൻ ഷർട്ട് കൊണ്ട് അവളെ പുതപ്പിച്ചു. പെട്ടെന്ന് കൈതട്ടുന്ന ശബ്ദം കേട്ട് ദേവൻ തലചരിച്ചു നോക്കി. അവിടെ ഒരു വശത്തായി ഇട്ടിരുന്ന ചാരു കസേരയിൽ ഇരുന്നു കൊണ്ട് ദേവനെ നോക്കി കൈതട്ടുമായിരുന്നു കാശി. ദേവൻ അവനെ നോക്കിക്കൊണ്ട് ഗൗരിയെ പൊതിഞ്ഞു പിടിച്ചു. വെൽക്കം മിസ്റ്റർ ശ്രാവൺ രഘുനാഥ്. എന്തേ ഇത്ര വൈകിയത്? ഞാൻ കാത്തിരിക്കുവായിരുന്നു. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ദോ ആ നിൽക്കുന്നവനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടേ 10-25 വർഷമായി. അവനെപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് നന്നായി അറിയാം, അല്ലേ മഹി? അജിത്തിൻ്റെ പിന്നിലായി നിന്ന മഹിയെ ചൂണ്ടി കാശി ദേവനെ നോക്കി പറഞ്ഞു. ദേവ, വേണ്ടടാ, പ്ലീസ് വിട്ടേക്ക് അവളെ. അവൻ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ, മഹി കാശിയോടായി പറഞ്ഞു. മിണ്ടരുത് നീ മിണ്ടാറാകുമ്പോൾ ഞാൻ പറയാം. നീ എന്താടാ വിചാരിച്ചേ ഞാനൊരു പൊട്ടനാണെന്നോ? നിനക്ക് എന്നെ നന്നായി അറിയാമല്ലോ അല്ലേ? നീ ഇവന്മാർക്ക് ഓരോ വിവരങ്ങൾ കൊടുക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇവിടേക്ക് എല്ലാത്തിനെയും കൊണ്ട് വന്നെത്തിച്ചത്. ഇവളെ ഞാൻ വിട്ടു തരില്ല. അതിനല്ല ഞാൻ ഇവളെ ഇവിടെ കൊണ്ടുവന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ അടുത്ത് നിന്ന ദേവന്റെ നെഞ്ചു നോക്കി അവൻ ആഞ്ഞു ചവിട്ടി. പ്രതീക്ഷിക്കാതെയുള്ള കാശിയുടെ നീക്കത്തിൽ ദേവൻ പിന്നോട്ട് മലർന്നടിച്ചു വീണു. ആ സമയം കൊണ്ട് കാശി ഗൗരിയെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു. ഡോ, വിടടോ എൻ്റെ പെണ്ണിനെ. നിലത്തിന്നും ചാടി എണീറ്റ ദേവൻ അലറിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ദേവൻ അടുത്തെത്തിയതും കാശി അവൻ്റെ കൈവക്കിനിരുന്ന ബോട്ടിലെടുത്ത് ദേവന് നേരെ എറിഞ്ഞു. പക്ഷേ ദേഹത്ത് കൊള്ളും മുൻപ് അവൻ ഒഴിഞ്ഞു മാറി. എന്നിട്ടും ദേവനെ ആക്രമിക്കാനായി കാശി നിലത്ത് കിടന്ന് കമ്പിയെടുക്കാൻ ഒരുങ്ങവേ ദേവൻ അവനെ ചവിട്ടി തള്ളി. ആ നിമിഷം കൊണ്ട് സത്യനും അപ്പുവും ഗൗരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഹരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് നീങ്ങി. പിന്നാലെ അജിത്തും. നിലത്ത് വീണ കാശി അവനെ തല്ലാനൊരുങ്ങിയ ദേവനെ കാലിൽ ചവിട്ടി വീഴ്ത്തി. ശേഷം അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ തലയിലേക്ക് സ്വന്തം തല വെച്ച് ആഞ്ഞടിച്ചു. ദേവൻ അവനിൽ നിന്നും രക്ഷപ്പെടാനായി അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അടുത്ത നിമിഷം ശ്വാസം കിട്ടാതെ കാശി ദേവന്റെ കഴുത്തിലും കുത്തിപ്പിടിച്ചു. ഇരുവരും ശ്വാസത്തിനായി പിടഞ്ഞപ്പോൾ ഹരി കാശിയുടെ കയ്യിലേക്ക് വെടിയുയർത്തി. ഒരലർച്ചയോടെ ബുള്ളറ്റ് അവൻ്റെ തോളിന് താഴെ കയ്യിലൂടെ തുളഞ്ഞു കയറിപ്പോയി. വേദന കൊണ്ട് പുളഞ്ഞ കാശി ദേവനിൽ നിന്നും പിടിയയച്ചു. ആ സമയം ഹരി കാശിയെ തൂക്കിയെടുത്ത് ഗണ്ണിൻ്റെ താഴ്ഭാഗം ഉപയോഗിച്ച് അവൻ്റെ നെറ്റിയിൽ ആഞ്ഞടിച്ചു. അപ്പോഴേക്കും അജിത്ത് ഓടി വന്ന് ദേവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ദേവൻ ഗൗരിയുടെ അടുത്തേക്ക് ഓടി. ഗൗരി, ഇടർച്ചയോടെ അവൻ വിളിക്കവേ അവൾ അബോധാവസ്ഥയിൽ എന്തൊക്കെയോ പിറുപിറുത്തോണ്ടിരുന്നു. അപ്പോഴേക്കും സത്യനും അപ്പവും ചേർന്ന് അവളെ തൂക്കിയെടുത്ത് ശ്രദ്ധയോടെ മുകളിലേക്ക് കയറിയിരുന്നു. പിന്നാലെ തന്നെ അജിത്തും. അവർ മുകളിലേക്ക് കയറിയത് മുകളിലേക്കുള്ള വാതിലടഞ്ഞു. അവർ ചുറ്റും നോക്കിയെങ്കിലും മറ്റൊരു വഴിയും കണ്ടില്ല. തൊട്ടടുത്ത നിമിഷം അടികൊണ്ട് അവശനായി കാശി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എല്ലാവരും സംശയത്തോടെ അവനെ നോക്കവേ അവൻ വീണ്ടും വീണ്ടും ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ വിചാരിക്കാതെ ആരും ഇവിടെ നിന്നും പോകില്ല.
എനിക്ക് കിട്ടാത്ത ഗൗരിയോടൊപ്പം നീയും ജീവിക്കില്ല ദേവ. അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല. നിലത്ത് കിടന്നുകൊണ്ട് അവൻ അലറി ചിരിച്ചു. ഡോ! പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിൽ ദേവൻ ഓടി വന്നവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ദേവൻ്റെ ചവിട്ടേറ്റ് അവൻ ചുമച്ചുകൊണ്ട് പുറത്തേക്ക് ചോര തുപ്പി. എന്നിട്ടും കല്ല് തീരാതെ ദേവൻ അവനെ അടിച്ചുകൊണ്ടിരുന്നു. ഹേയ് ദേവേട്ട, മതി, അയാൾ ചത്തുപോകും, പ്ലീസ്. ഇനിയും അടിച്ചാൽ അവൻ ചത്തുപോകുമെന്ന് മനസ്സിലായി ഹരിദേവനെ പിടിച്ചു മാറ്റി. ഗൗരി ആ തടിക്കട്ടിൽ കിടത്തിയ ശേഷം അവർ ആ ഗുഹയ്ക്കുള്ളിലാകെ മറ്റൊരു വഴിയിലേക്ക് തിരഞ്ഞു. ഒന്നും കണ്ടെത്താൻ കഴിയാതെ അവർ അവശരായി ദയനീയതയോടെ പരസ്പരം നോക്കി. ഒരു വഴിയുമില്ലേ മഹി? സത്യൻ ദയനീയമായി അവനെ നോക്കി. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആ വാതിലിടിച്ചു പൊളിക്കുക എന്നത്. മഹി പറയവേ അവർ പരസ്പരം നോക്കി. ശേഷം ആ മുറിയുടെ പല ഭാഗങ്ങളായി കിടന്ന കമ്പികളും വലിയ തടിക്കഷ്ണങ്ങളും എടുത്തുകൊണ്ട് പോയി ആ വാതിലേക്ക് ആഞ്ഞടിക്കാനും കുത്താനും തുടങ്ങി. നല്ല ഉറപ്പുള്ള വാതിൽ എത്രയൊക്കെ അവർ ശ്രമിച്ചിട്ടും പൊളിക്കാൻ സാധിച്ചില്ല. എങ്കിലും അവൾ തളർന്നില്ല. അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അല്പം കഴിഞ്ഞതും എന്തോ ഒരു മണം അവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറി തുടങ്ങി. അവർ പരസ്പരം നോക്കി. തിരിഞ്ഞു നിലത്തേക്ക് നോക്കിയതും നിലത്ത് കാശി കിടന്നിടം ശൂന്യം. എല്ലാവരും ഞെട്ടലോടെ ഗൗരിയെ നോക്കി. അവൾ അവിടെ തന്നെയുണ്ട്. തൊട്ടടുത്ത നിമിഷം ആ മണം കൂടിക്കൂടി വന്നു. മഹിദേവനെ തിരഞ്ഞോടി. ഒടുവിൽ ആ മുറിയുടെ മൂലയിലായിരുന്ന കുഞ്ഞ് ഗ്യാസ് കുറ്റി തുറന്നിട്ട് അതിനടുത്തായി നിൽക്കുന്നവനെ കണ്ട് മഹി ഞെട്ടലോട് അവനെ നോക്കി. ദേവ, അപ്പു, സത്യ, വേഗം ഇവൻ ഗ്യാസ് തുറന്ന് വിട്ടേക്കുവാ. മഹി അലറിക്കൊണ്ട് കാശിയുടെ അടുത്തേക്ക് ഓടി. മഹിയുടെ വാക്കുകൾ കേട്ട് നടുക്കത്തോടെ അവർ മരണവെപ്രാളത്തിൽ ആ വാതിൽ ആഞ്ഞടിച്ചു. മഹിദേവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നതും അവൻ പോക്കറ്റിൽ നിന്നും ലാബെടുത്ത് മഹിക്ക് നേരെ ഉയർത്തിയതും വാതിൽ പൊളിഞ്ഞതും ഒന്നിച്ചായിരുന്നു. അവർ വേഗം താഴേക്ക് ഓടിച്ചെന്ന് ഗൗരിയെ തൂക്കിയെടുത്തു. ദേവ, വേണ്ടടാ, പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. മഹി അവനെ അനുനയിപ്പിക്കാനായി അവൻ്റെ അടുത്തേക്ക് അടിവെച്ചു. മഹി, എൻ്റെ അടുത്തേക്ക് വന്നോ, ഞാൻ കൊത്തിക്കും. നീ എൻ്റെ കൂടെ നിന്നെന്നെ ചതിച്ചു അല്ലടാ. വേണ്ടിയിരുന്നില്ല മഹി, ഞാൻ നിന്നെ കൂടപ്പിറപ്പിനെ പോലെ കണ്ടതല്ലടാ. എന്നിട്ടും നീ എന്നെ വേർതിരിച്ചറിയാനാവാത്ത മറ്റെന്തോ ഭാവത്തിൽ ദേവൻ മഹിയെ നോക്കി പറഞ്ഞു. അതങ്ങനെയല്ല ദേവ, രശ്മിയെപ്പോലെ നീ ഗൗരിയെയും കൊന്ന. അതെനിക്ക് സഹിക്കാനാവില്ലടാ. അവളൊരു പാവല്ലടാ, ഒന്നും അറിയാത്തൊരു പാവം പെണ്ണ്. മഹി ദയനീയമായി ദേവനെ നോക്കി ചോദിച്ചു. എനിക്ക് വേണമായിരുന്നു അവളെ. ഞാൻ മനസ്സറിഞ്ഞു സ്നേഹിച്ചതല്ലേ മഹി. ഞാൻ അവളെ കൊല്ലുമോടാ? എനിക്കതിന് കഴിയുമോ? ഒരിക്കലും ഇല്ലടാ. ദേവൻ മഹിയെ നോക്കി ചോദിച്ചു. ഈ സമയം കൊണ്ട് തന്നെ അപ്പുവും സത്യനും ചേർന്ന് ഗൗരിയെ പുറത്തെ കാറിലേക്ക് എത്തിച്ചിരുന്നു. തൊട്ട് പിന്നാലെ അജിത്തും ഹരിയും ദേവനും പുറത്തേക്ക് ഇറങ്ങി. മഹി. ദേവൻ തിരിഞ്ഞകത്തേക്ക് ഓടി. അവൻ താഴെ എത്തിയതും കണ്ടു ദേവന് മുന്നിൽ നിൽക്കുന്ന മഹിയെയും അവൻ്റെ നേരെ ഉയർത്തിപ്പിടിച്ച ലാമ്പുമായി നിൽക്കുന്ന കാശിയെയും. ദേവൻ ഞെട്ടലോട് അവനെ നോക്കിയ ശേഷം ശബ്ദമുണ്ടാക്കാതെ നിലത്ത് അവൻ്റെ കാലിൽ തടഞ്ഞു വടിയെടുത്ത് കാശിയുടെ കൈ നോക്കി എറിഞ്ഞു. പ്രതീക്ഷിക്കാത്തതിനാൽ ലാമ്പ് നിലത്തേക്ക് തെറിച്ചു വീണു. മഹി, ഓടിവാടാ. ദേവൻ അലറിയതും മഹി തിരിഞ്ഞോടി. കാശി അവനെ പിടിക്കാൻ ഊങ്ങിയതും അവൻ്റെ ശരീരത്തിൽ പിടുത്തം കിട്ടാതെ അവൻ മുഖമിടിച്ച് നിലത്തേക്ക് വീണു. തൊട്ടടുത്ത നിമിഷം നിലത്ത് കിടന്ന ലാമ്പ് കയ്യിൽ കിട്ടിയതും അതെടുത്ത് കത്തിച്ചതും പൊട്ടി തകർന്നിരുന്നു. അതിനുള്ളിൽ നിന്നും കാശിയുടെ അലർച്ച ഉയർന്നു കേട്ടു. ദേവ, മഹി. പുറത്തു നിന്നവർ ഞെട്ടലോടെ അലറി വിളിച്ചു. അലറിക്കൊണ്ട് അപ്പുവും അജിത്തും മുന്നോട്ടോടി. ഹരിയും സത്യനും അവരുടെ പിന്നാലെയും. ഗുഹ ഉണ്ടായിരുന്ന ഇടം മുഴുവൻ പൊടിയും പുകയും കൊണ്ട് നിറഞ്ഞിരുന്നു. അവർ പേടിയോടെ ചുറ്റും പരതി. ദേവേട്ട. സത്യൻ കണ്ണീരോട് അലറിക്കൊണ്ട് ഗുഹയുടെ ചുറ്റുമോടി. പെട്ടെന്ന് സത്യൻ്റെ കാലിൽ ഒരു പിടി വീണു. അവൻ ഞെട്ടലോടെ നിലത്തേക്ക് നോക്കി. മഹി. അവൻ നിലത്തേക്ക് ഇരുന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആഞ്ഞു. സത്യ. അവൻ്റെ അലർച്ച കേട്ട് സത്യൻ പെട്ടെന്ന് പിടിവിട്ടു. എന്താടാ? പേടിയോടെ അവൻ ചോദിച്ചു. എൻ്റെ കാല്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ മഹി അവനോട് പറഞ്ഞു. അല്പം കഴിഞ്ഞ് പൊടിയൊന്നടങ്ങിയതും സത്യൻ നോക്കവേ കണ്ടു മഹിയുടെ കാലിലേക്ക് വീണ് കിടക്കുന്ന വലിയ പാറക്കല്ല്. അപ്പു, ഒന്ന് ഓടിവാടാ. സത്യൻ പേടിയോടെ അലറി. എന്താടാ, അവരെ കിട്ടിയോ? അപ്പു അവൻ്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് ചോദിച്ചു. അപ്പു. പെട്ടെന്ന് മഹി വിളിക്കവേ അവൻ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. എടാ, എൻ്റെ കാല്. മഹി പറയവെയാണ് അപ്പുവും അത് ശ്രദ്ധിക്കുന്നത്. ഇരുവരും ചേർന്ന് ആ വലിയ കല്ല് അവൻ്റെ കാലിൽ നിന്നും തള്ളി മാറ്റി. കല്ല് മാറ്റിയതും കണ്ടു ചതഞ്ഞെറിഞ്ഞ് തൂങ്ങിയ കാലുകളെ. അപ്പോഴെല്ലാം അവൻ വേദന കടിച്ചമർത്തി കിടന്നു.
സത്യ, ദേവൻ? മഹി പുറത്തെടുക്കവേ വേദനയ്ക്കിടയിലും അവൻ ചോദിച്ചു. സത്യ, അപ്പു വേഗം വാടാ, ദേവനിവിടെ. പെട്ടെന്ന് അജിത്തിൻ്റെ ഒച്ച കേൾക്കെ ഇരുവരും പരസ്പരം നോക്കി. ശേഷം മഹിയെ ശ്രദ്ധയോടെ തൂക്കിയെടുത്ത് അങ്ങോട്ടേക്ക് ഓടി. ദേവനെ തിരിഞ്ഞു നടന്ന ഹരിയാണ് പൊട്ടിത്തകർന്ന ഗുഹയിൽ നിന്നും അല്പം ദൂരെയായി ബോധമില്ലാതെ കിടന്ന ദേവനെ കണ്ടത്. കണ്ടപ്പോൾ തന്നെ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മുഖത്തും കയ്യിലുമെല്ലാം പരുക്കുകളുണ്ട്. വസ്ത്രമെല്ലാം കത്തിക്കരഞ്ഞു കീറിയ അവസ്ഥയിലായിരുന്നു. ഏട്ടാ? മഹിയെ വണ്ടിയിലേക്ക് ശ്രദ്ധയോടെ കിടത്തി ഇരുവരും അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ബോധമില്ലാതെ കിടക്കുന്നവനെ കണ്ട് സത്യൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൻ പെട്ടെന്ന് ദേവൻ്റെ കൈ പിടിച്ചു നോക്കി. ഞെട്ടലോടെ അവൻ കൈ പിൻവലിച്ചു. എന്താടാ? പേടിയോടെ അപ്പു ചോദിച്ചു. ഒന്നും മിണ്ടാതെ സത്യൻ ഒരു വിധത്തിൽ ദേവനെ തൂക്കിയെടുത്തൊപ്പം അപ്പുവും ഹരിയും കൂടി മഹിയുടെ കാറിൻ്റെ അടുത്തേക്ക് ഓടി. അവനെ ശ്രദ്ധയോടെ വണ്ടിയിലേക്ക് കിടത്തി സത്യൻ തന്നെ വണ്ടി മുന്നോട്ടെടുത്തു. ബോധമില്ലാതെ കിടക്കുന്ന ദേവനെയും ഗൗരിയെയും കണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവർ വന്ന ഒരു ബൈക്കിൽ ഹരിയും മറ്റൊന്നിൽ അപ്പുവും ആ കാറിൻ്റെ പിന്നാലെ പാഞ്ഞു. കാശിയുടെ വാഹനത്തിലായിരുന്നു മഹിയെ കയറ്റിയത്. അജിത്ത് ആ വാഹനം ശ്രദ്ധയോടെ അവരുടെ പിന്നാലെ ഓടിച്ചു. അവരുടെ വാഹനങ്ങൾ ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞതും പ്രിൻസസ് എന്ന ഹോസ്പിറ്റലിലെത്തി നിന്നു. മുന്നേ എത്തിയ ഹരിയും അപ്പുവും ഉള്ളിൽ നിന്നും അറ്റൻഡേഴ്സിനോടുമൊപ്പം സ്ട്രെച്ചേഴ്സും കൊണ്ട് പുറത്തേക്ക് ഓടി വന്നിരുന്നു. 3 പേരെയും ശ്രദ്ധയോടെ എടുത്ത് ഓരോ സ്ട്രെച്ചറിലായി കിടത്തിയതും അറ്റൻഡേഴ്സ് അവരെ കൊണ്ട് അകത്തേക്ക് ഓടി. ആ സമയം കൊണ്ട് തന്നെ സത്യൻ ഒരു അറ്റൻഡേഴ്സിനെയും കൂട്ടിച്ചെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. ഈ സമയം തന്നെ ഹരി തൻ്റെ കൊളീഗായ ഷിയാസിനെ വിളിച്ച് ഒരു ടീമിനെ ആ മലഞ്ചെരുവിൻ്റെ അടിവാരത്തേക്ക് അയച്ചിരുന്നു. ദേവനെയും ഗൗരിയെയും മഹിയെയും കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി. ഗൗരിക്ക് അധികം പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അവർ ഡോക്ടറിനോട് വിശദമായി തന്നെ പറഞ്ഞിരുന്നു. ഒപ്പം ഗൗരിക്ക് ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട് എന്ന വിവരം മഹി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കൊരു ഇഞ്ചക്ഷനും കൊടുത്തു, ട്രിപ്പും ഇട്ടു. മഹിയുടെ കാലുകൾ പഴയ പോലെയാക്കാൻ കഴിയില്ലെന്നും ഇപ്പോഴുള്ള കാലുകൾ മുറിച്ചു മാറ്റി ആർട്ടിഫിഷ്യൽ കാല് വയ്ക്കാൻ സാധിക്കുമെന്നും അങ്ങനെ ചെയ്താൽ അവന് എഴുന്നേറ്റ് നടക്കാനും ഇല്ലെങ്കിൽ ആ കാലുകൾ മൂലം അവന് മറ്റു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. ഉള്ളുവിങ്ങിയ സങ്കടത്തോടെ അജിത്തെല്ലാം അവനോട് പറഞ്ഞു. കണ്ണീരോടെ മുഖം പൊത്തി കരയുന്നവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ അവർ വിങ്ങി പൊട്ടിപ്പോയി. ദേവന്റെ അവസ്ഥ അതിലും പരിതാപകരമായിരുന്നു. പൾസ് വരെ കുറവായിരുന്നു. ഒപ്പം ശ്വാസോച്ഛ്വാസം നേരിയ രീതിയിൽ പോലും ഉണ്ടായിരുന്നില്ല. കൊണ്ടുവന്ന ഉടനെ അവർ CPR കൊടുത്തു. വേഗം തന്നെ അവൻ്റെ കീറിയ വസ്ത്രങ്ങളെല്ലാം മാറ്റി മുറിവ് ക്ലീൻ ചെയ്ത് ഫസ്റ്റ് എയ്ഡ് എടുത്ത് കൂടെ ട്രിപ്പുമിട്ട് ഒരു ഇഞ്ചക്ഷനും കൊടുത്തു. അപ്പു വിളിച്ചു പറഞ്ഞ വിവരങ്ങൾ അറിഞ്ഞ് സഞ്ജുവും സുഭദ്രയും ഗീതയും ശാരദയും ഒപ്പം രാഘവനും ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. സഞ്ജുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണി ഹരിയുടെ തല കുനിഞ്ഞു. അവളുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. അവൾ പുറത്തെ ചെയറിലേക്ക് തളർന്നിരുന്നു. ഒപ്പം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അമ്മമാരും. ശരിക്കും നടന്നതെന്താണെന്ന് രാഘവൻ അവരോട് ചോദിക്കുകയായിരുന്നു. ആ സമയം മഹിയുടെ സമ്മതത്തോടെ അവന് ഓപ്പറേഷൻ നടന്നു. ആർട്ടിഫിഷ്യൽ കാലുകൾ വെച്ച് അവനെ റൂമിലേക്ക് മാറ്റി. ഇപ്പോൾ സെഡേഷൻ്റെ മയക്കത്തിലാണ് അവൻ. ഗൗരിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. മയക്കം വീണുണരുമ്പോൾ അവൾ പഴയ പോലെയാകുമെന്ന് ഡോക്ടർ എല്ലാവരെയും അറിയിച്ചു. ഒപ്പം അവളെയും മഹിയുടെ അതേ മുറിയിലേക്ക് മാറ്റി. ദേവനിപ്പോൾ സ്റ്റേബിളാണ്, പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ 24 മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് അവനെ മുറിയിലേക്ക് മാറ്റുകയുള്ളൂ. മൂവരുടെയും അവസ്ഥയറിഞ്ഞവർ ആശ്വാസത്തോടെ മുറിക്ക് പുറത്തേക്കിരുന്നു. വടക്കൻ മലയുടെ അടിവാരത്ത് പൊളിഞ്ഞു വീണ ഗുഹയ്ക്കുള്ളിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ രാത്രിയോടെയാണ് ASI ഷിയാസിൻ്റെ നേതൃത്വത്തിൽ ടീമാണ് മൃതദേഹം കണ്ടെത്തിയത്. അഗ്നിഹോത്രി മാൻഷനിലെ പരേതനായ ശ്രീധര മേനോൻ്റെയും സാവിത്രി ശ്രീധരൻ്റെയും ഇളയ മകൻ കാശിദേവ് മേനോനാണ് മരണപ്പെട്ട ചെറുപ്പക്കാരനെന്ന് ഫോറൻസിക്സ് വിദഗ്ധർ തിരിച്ചറിഞ്ഞു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 വടക്കൻ മലയെ ഞെട്ടിച്ച രശ്മി എന്ന പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നത് ഇയാളെന്ന് ഇയാളുടെ കൂട്ടുകാരൻ മഹേഷ് മൊഴി നൽകിയിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ കിട്ടിയ വിവരം. TV-യിലൂടെ ഒഴുകിപ്പോകുന്ന വാർത്ത കേട്ട് നെഞ്ചടിച്ച് കരഞ്ഞുകൊണ്ട് സാവിത്രി നിലത്തേക്ക് ഊർന്നിരുന്നു. അവരുടെ പിന്നിലായി എല്ലാം കേട്ട് ഞെട്ടലോടെ കാശിയും നിൽക്കുകയായിരുന്നു. തൊട്ടടുത്ത നിമിഷം അവരുടെ വീടിനുള്ളിലേക്ക് പത്രക്കാർ ഓടിക്കയറി വരാൻ തുടങ്ങി. അവരുടെ കയ്യിലുള്ള ക്യാമറയിലെല്ലാം അവർ പകർത്തിയെടുത്തു. ഒപ്പം വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ എന്തൊക്കെയോ വിളിച്ചു പറയാനും തുടങ്ങി.
സാവിത്രി മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് കാശിയുടെ നെഞ്ചിലേക്ക് ചേർന്നു. അവൻ അവരെ ചേർത്ത് പിടിച്ചിരുന്നു. ഇനി എന്തെന്നറിയാതെ